നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ഞാൻ കവിത കണ്ണൻ. നിയോഗത്തിലേക്കുള്ള വഴി ഏതാണ്? ആ വഴി എങ്ങനെയാണ് കണ്ടെത്തുക? ഇതാണ് ഇന്നത്തെ ശുഭദിന ചിന്ത. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. ഒരിക്കൽ രാജാവ് ഒരു ജ്ഞാനിയെ പരിചയപ്പെട്ടു. അയാളുടെ ബുദ്ധിസാമർത്ഥ്യത്തിൽ അദ്ദേഹം അത്ഭുതപ്പെട്ടു. രാജാവ് കൊട്ടാരത്തിലേക്ക് ജ്ഞാനിയെ ക്ഷണിച്ചു. വലിയ സൽക്കാരങ്ങൾക്ക് ശേഷം രാജാവ് ഇനി എന്താണ് താങ്കൾക്ക് വേണ്ടതെന്ന് ചോദിച്ചു. ജ്ഞാനി പറഞ്ഞു, എനിക്ക് ഈ സത്രത്തിൽ ഒരു ദിവസം താമസിക്കണം. രാജാവിന് പെട്ടെന്ന് ദേഷ്യം വന്നു. തൻ്റെ അതിമനോഹരമായ ഇത്രയും വലിയ കൊട്ടാരത്തെയാണ് അദ്ദേഹം സത്രം എന്ന് പറഞ്ഞത്. രാജാവ് തിരുത്തി, ഇത് കൊട്ടാരമാണ്, സത്രമല്ല. ജ്ഞാനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല, ഇത് സത്രം തന്നെയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഈ കൊട്ടാരം അങ്ങയുടെ പിതാവിൻ്റേതായിരുന്നു. അതിനു മുമ്പ് അങ്ങയുടെ മുത്തച്ഛൻ്റെയും. കുറച്ചു വർഷം ഇവരെല്ലാം ഇവിടെ ജീവിച്ചു. പിന്നീട് ഇതെല്ലാം ഉപേക്ഷിച്ച് അവർക്ക് പോകേണ്ടി വന്നു. നിങ്ങൾ ചിന്തിക്കുന്നു ഇത് നിങ്ങളുടേതാണെന്ന്. ശരിയാണ്, പക്ഷേ കുറച്ചു നാളുകൾക്ക് ശേഷം നിങ്ങൾക്കും ഇത് ഉപേക്ഷിച്ചു പോകേണ്ടി വരും. അപ്പോൾ ഞാൻ പറയുന്നത് സത്യം തന്നെയല്ലേ? ഇത് സത്രം തന്നെയാണ്. കുറച്ചു കാലം മാത്രം താമസിക്കാനുള്ള ഒരിടം. ഈ ഭൂമിയിൽ രണ്ടാമതൊരു വരവില്ല എന്നാണ് പറയുന്നത്. ജ്ഞാനി പറഞ്ഞു നിർത്തി. അതെ, ഓരോരുത്തർക്കും ഓരോ നിയോഗമുണ്ട്. അതിനാണ് നാം ഇവിടെ ജനിച്ചത്. ആ നിയോഗത്തെ നാം ദൈവികമായി തന്നെ ചെയ്തു തീർക്കണം. പണം എപ്പോൾ വേണമെങ്കിലും നമുക്ക് സമ്പാദിക്കാം. 80-ാം വയസ്സിൽ പണക്കാരായവരുണ്ട്. പക്ഷേ 80-ാം വയസ്സിൽ നഷ്ടപ്പെട്ട പഴയ കാലത്തെ തിരിച്ചു പിടിച്ചവരെ നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മുടെ വഴി നമുക്ക് കണ്ടെത്താം, നമ്മുടെ നിയോഗത്തിൻ്റെ വഴി. അവിടെയാണ് സന്തോഷം കണ്ടെത്താനാവുക. അവിടെയാണ് സമാധാനം കണ്ടെത്താനാവുക. ശുഭദിനം.